ഹായ്, ഇസ്മി പ്രിൻസ്. എല്ലാവർക്കും ബ്ലാക്ക് ടബിൾ യൂട്യൂബ് ചാനലിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. എന്തുകൊണ്ട് വിശേഷങ്ങൾ? എല്ലാവർക്കും സുഖമല്ലേ? എല്ലാവരും ഹാപ്പിയല്ലേ? ഹാപ്പി ആയിട്ടിരിക്കുക. എനിത്തിങ് ആപ്പല്ല യു ഹാസ് ടു ഗോ ഓൺ ഓൾവേസ് പോസിറ്റീവായി. അമേരിക്കയുടെ കഷ്ടകാലം കണ്ടിന്യൂ ചെയ്തു പോവുകയാണെന്ന് പറയാം. കാരണം തുടർന്നുകൊണ്ടേയിരിക്കുന്നു. കാരണം ഈ വർഷം ആരംഭിച്ച മുതൽ അമേരിക്കയ്ക്ക് അത്ര നല്ല സമയമല്ല അവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നതെന്ന് പറയാം. കാരണം 2025 സ്റ്റാർട്ടിങ്ങിൽ തന്നെ അവിടെ ലോസ് ആഞ്ചലസിലുണ്ടായ തീപിടുത്തം വലിയ നാശനഷ്ടങ്ങൾക്കാണ് അവിടെ കാരണമായത്. അതോടൊപ്പം ഇപ്പം വീണ്ടും അവിടെ ഉണ്ടായ ഒരു വിമാനാപകടം, അതായത് ഹെലികോപ്റ്ററും വിമാനവുമായിട്ട് കൂട്ടിയിടിച്ചുണ്ടായ അപകടത്തിൽ അവിടെയുള്ള എല്ലാവരും, വിമാനത്തിലുണ്ടായിരുന്ന എല്ലാവരും മരിച്ചു എന്നത് വളരെ സങ്കടകരമായ ഒരു വാർത്തയാണ്. അതായത് ജനുവരി 29 ബുധനാഴ്ച രാത്രി 9 മണിക്കാണ് സംഭവം നടന്നത്. അതായത് പോട്ടോമാക് നദിക്ക് കുറുകെയാണ് ഈ കൂട്ടിയിടി നടന്നതും. അതോടൊപ്പം ഹെലികോപ്റ്ററും വിമാനവും നദിയിലേക്ക് പതിക്കുകയും ചെയ്തു. അങ്ങനെ എല്ലാവരും അവിടെ വെച്ച് തന്നെ എല്ലാവരും മരണമടഞ്ഞു. അതായത് വിമാനത്തിലുണ്ടായിരുന്ന 60 യാത്രക്കാരും 4 ജീവനക്കാരുമായിരുന്നു. ഹെലികോപ്റ്ററിലുണ്ടായിരുന്നത് 3 സൈനികരായിരുന്നു. ബുധനാഴ്ച രാത്രി 9 മണിക്കാണ് സംഭവം നടന്നത്. അതായത് അമേരിക്കയിലെ കാൻസാസിലെ വിജിതയിൽ നിന്നും വരികയായിരുന്നു ഈ പ്ലെയിൻ എന്നത്, അതായത് വിമാനം എന്നത്. അതായത് വാഷിങ്ടൺ DC, അമേരിക്കയുടെ തലസ്ഥാനമായ വാഷിങ്ടൺ DC എയർപോർട്ടിന് സമീപമായിട്ടാണ് ഈ ഒരു സംഭവം നടന്നത്. അതായത് പോട്ടോമാക് നദിക്ക് കുറുകെ വിമാനവും ഹെലികോപ്റ്ററും തമ്മിൽ കൂട്ടിയിടിച്ച് നദിയിലേക്ക് പതിക്കുകയായിരുന്നു. രക്ഷാപ്രവർത്തനം നടത്തിയെങ്കിലും പക്ഷേ ആരെയും രക്ഷപ്പെടുത്തുവാനായിട്ട് സാധിച്ചില്ല. കാരണം തണുത്ത വെള്ളത്തിൽ നിന്നും മൃതദേഹങ്ങൾ എടുക്കുകയായിരുന്നു. എല്ലാവരും മരണമടഞ്ഞു. അത്ര വലിയ ആഘാതമാണ് അവിടെ സംഭവിച്ചത്. അതായത് അമേരിക്കയിലെ വലിയ വിമാനാപകടങ്ങളിൽ ഒന്നാണ് ഇതെന്നാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പറഞ്ഞത്. വൈറ്റ് ഹൗസിലെ പത്രസമ്മേളനത്തിൽ അദ്ദേഹം പറഞ്ഞു ആരും രക്ഷപ്പെട്ടിട്ടില്ല എന്നും അദ്ദേഹം വ്യക്തമാക്കി. ഏതായാലും ട്രംപ് ചാർജ് എടുത്ത് കഴിഞ്ഞ ഉടൻ തന്നെ വലിയൊരു അപകടമാണ് അമേരിക്കയ്ക്ക് ഇപ്പോൾ നേരിട്ടതെന്ന് പറയാം. വലിയ നല്ല സ്റ്റാർട്ടല്ല അമേരിക്ക ഈ വർഷം ലഭിച്ചിരിക്കുന്നത്. ആദ്യം കൊടുങ്കാറ്റും കാര്യങ്ങളുമൊക്കെ, കാറ്റിലുണ്ടായ തീപിടുത്തവും കാര്യങ്ങളുമൊക്കെ അതൊരു ഭാഗത്തും, അതൊന്ന് കുറഞ്ഞു വന്നപ്പോഴേക്കും ഇപ്പോൾ വിമാനാപകടം. അങ്ങനെ 2025 സംബന്ധിച്ചിടത്തോളം അമേരിക്കയ്ക്ക് കഷ്ടകാലമാണെന്ന് പറയാം. പ്രത്യേകിച്ച് ട്രംപ് അധികാരത്തിലെത്തിയ ഉടനെ വലിയ വലിയ നിയമങ്ങളും കാര്യങ്ങളൊക്കെ കൊണ്ടുവന്നിരുന്നു. അതിനിടയിലാണ് ഇങ്ങനത്തെ അപകടങ്ങളും കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നത് എന്നതും വളരെ ശ്രദ്ധേയമായ കാര്യമാണ്. പോട്ടോമാക് നദിക്ക് കുറുകെയാണ് അപകടമുണ്ടായതും. അപ്പം തന്നെ വിമാനവും ഹെലികോപ്റ്ററും വെള്ളത്തിലേക്ക് പതിക്കുകയായിരുന്നു, തകർന്ന് വെള്ളത്തിലേക്ക് പതിക്കുകയായിരുന്നു. എല്ലാവരും മരണമടയുകയും ചെയ്തു. കാൻസാസിലെ വിജിതയിൽ നിന്നും വാഷിങ്ടൺ DCയിലേക്ക് വരികയായിരുന്നു വിമാനം. വാഷിങ്ടൺ DCക്ക് സമീപമായിട്ടാണ് ഈ വിമാനം അപകടം നടന്നത്. അതായത് അമേരിക്കയുടെ ഈഗിൾ ഫ്ലൈറ്റ് 5342 ആണ് അപകടത്തിൽപ്പെട്ടത്. അതായത് സർവീസസ് പിന്നീട് നിർത്തിവെക്കുകയും വെള്ളിയാഴ്ചയോടെ സർവീസ് പുനരാരംഭിക്കുകയും ചെയ്യുമെന്നാണ് അവിടുന്ന് റിപ്പോർട്ടുകൾ വരുന്നത്. അതോടൊപ്പം വാഷിങ്ടൺ DCയുടെ റൺവേ ഫെബ്രുവരി 7 വരെ അടച്ചിടുമെന്നാണ് അവിടുന്നുള്ള റിപ്പോർട്ടുകൾ വരുന്നത്. ഏതായാലും ലോകത്തെ ഞെട്ടിച്ച ഒരു സംഭവമായിരുന്നു ഈ വിമാനാപകടം എന്നത്, ഫ്ലൈറ്റും ഹെലികോപ്റ്ററും തമ്മിൽ കൂട്ടിയിടിച്ച ഒരപകടം എന്നത്. അപ്പോൾ അനുദിനം 2020 സംബന്ധിച്ചിടത്തോളം അനുദിനം ഇങ്ങനെ ഒട്ടേറെ ദുരന്ത വാർത്തകളാണ് ലോകത്തിൻ്റെ പല ഭാഗങ്ങളിൽ നിന്നും നമുക്ക് കേൾക്കേണ്ടി വരുന്നതെന്ന് പറയാം. അമേരിക്കയും അതിനും ഒട്ടും വിധിവിളക്കല്ല എന്ന് വേണം പറയാൻ. ഓൾറെഡി അവിടുത്തെ ഓഹരി വിപണിയും കാര്യങ്ങളും ഒക്കെ തകർന്നിരിക്കുകയായിരുന്നു, ചൈനയുടെ ആ ഒരു സംഭവങ്ങളൊക്കെ ആയിട്ട്. ഇപ്പോഴിതാ വീണ്ടും ഈ അപകടങ്ങളും കാര്യങ്ങളൊക്കെ സംബന്ധിച്ചിടത്തോളം ട്രംപിനെ ഒന്ന് വിഷമിപ്പിക്കുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും പുതിയ വീഡിയോയിൽ കാണാം. അതുവരെയ്ക്കും ടേക്ക് കെയർ, ബൈ.